നമ്മൾ കുട്ടികൾക്ക് ഈ ഫോണിനിപ്പം ഫോൺ നല്ലപോലെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഫോൺ ഇതേപോലെ തന്നെ അഡിക്റ്റ് ആയ ആൾക്കാരുണ്ട്. ഇതിൽ നമ്മളെ കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടി ആ ഫോണിന് അഡിക്റ്റ് ആയിട്ട് ഉണ്ടോ ഇല്ലയോ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാം. തീർച്ചയായിട്ടും ഇപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോൺ കൊടുത്തില്ലെങ്കിൽ കുട്ടി പെട്ടെന്ന് ഷൗട്ട് ചെയ്യുക, ദേഷ്യം പിടിക്കുക, വയലൻ്റ് അവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വരിക, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാം. അതുപോലെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആവുക, അല്ലെങ്കിൽ ഫോൺ ഇടയ്ക്ക് പോയി പെട്ടെന്ന് ചാർജ് ചെയ്യാൻ, അല്ലെ, ചാർജ് തീരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വെപ്രാളം കാണിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഫോണിനോട് അമിതമായിട്ടുള്ള ഒരു താല്പര്യം കുട്ടി കാണിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഫോൺ കാണുമ്പോൾ തന്നെ കുട്ടി ഭയങ്കരമായിട്ട് ഒരു അത് പെട്ടെന്ന് കിട്ടണം എന്നുള്ള ഒരു വാശി പിടിക്കുക. ഇത്തരത്തിൽ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫോൺ അഡിക്ഷനിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ എത്ര സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നു എന്നുള്ളത്. സ്ക്രീൻ ടൈം പ്രധാനപ്പെട്ടാണ്, അതുപോലെ തന്നെ കണ്ടന്റ് പ്രധാനപ്പെട്ടാണ്. കുട്ടി എന്ത് കാണും. ചെറിയ മക്കളാകുമ്പോൾ അവർക്ക് സ്വന്തമായി ഫോൺ ഉണ്ടാവില്ല, അപ്പോൾ സ്ക്രീൻ ടൈം നമുക്ക് നോക്കാൻ പറ്റും, കാരണം പാരന്റ്സിന്റെ കൂടെ വരുന്നില്ലേ. ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞു, ഈ പാരന്റ് കൂടെ ഇരുന്ന് ഉപയോഗിച്ച് കൊടുക്കുക ചെറിയ പ്രായത്തിലൊക്കെ 8 വയസ്സ് വരെയൊക്കെ. അത് കഴിഞ്ഞിട്ട് സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കുട്ടി ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചു എന്ന് അറിയാൻ ഇപ്പോൾ പാരന്റൽ സോഫ്റ്റ്വെയർസ് വളരെ കൃത്യമായിട്ടില്ല, പാരന്റൽ ടൂൾസ് ഉണ്ട് ഗൂഗിളിൻ്റെ ഒക്കെ. അത് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടി എത്ര സമയം ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നത് നമുക്ക് അപ്പോൾ അതിനൊരു ലിമിറ്റ് വെക്കുക. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം ആമസോൺസ് ആണെങ്കിൽ അല്ലെങ്കിൽ വെബ് സീരീസുകൾക്കാണ്, അപ്പോൾ അത് അവിടെ കൃത്യമായിട്ടൊരു ചൈൽഡ് മോഡ് ഉണ്ടല്ലേ. അപ്പോൾ ചൈൽഡ് മോഡ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് കുട്ടി കാണേണ്ട വീഡിയോസ് എന്തൊക്കെ, കുട്ടി കാണേണ്ട കണ്ടന്റ് എന്തൊക്കെ, കുട്ടി ബ്രൗസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാണാം, അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ലിമിറ്റേഷൻ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്.